യെസ്, ഇവിടെ ക്വസ്റ്റ്യനിൽ ബി എ സി എത്രയാണ് ക്വസ്റ്റ്യൻ? വെരി സിമ്പിൾ ആണ്. ഇവിടെ 30 ആണ്. ഇവിടെ മുകളിൽ എത്രയായിരിക്കും? 30. കാരണം ഇതും ഇതും റേഡിയസ് ആണ്. അതുകൊണ്ട് ഇത് ഐസോസിലസ് ട്രയാങ്കിൾ ആയതുകൊണ്ടാണ് ഇവിടെ 30 ആയപ്പോൾ മുകളിൽ 30 ആയത്. ഇവിടെ 20 ആണെങ്കിൽ മുകളിൽ എത്രയായിരിക്കും? 20. സോ ബി എ സി എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ. എത്ര ഡിഗ്രി ആയിരിക്കും? ബി എ സി എത്ര ഡിഗ്രി ആയിരിക്കും? 30 20 ഉണ്ട്. എത്ര ഡിഗ്രി ആയിരിക്കും? 50. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ സെൻട്രൽ ആംഗിൾ എത്ര ഡിഗ്രി ആയിരിക്കും? എത്രയായിരിക്കും? ഇതിന്റെ നേരെ ഡബിൾ ആയിരിക്കും സെൻട്രൽ ആംഗിൾ. എത്ര എഴുതിയാ മതി? 100. സിമ്പിൾ അല്ലേ? ഏറ്റവും സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഒരു പണിയില്ലാത്ത സിമ്പിൾ ക്വസ്റ്റ്യൻ. ഇതേപോലത്തെ ഇവിടെ ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ വേറെ ഒന്നുണ്ട്. ഇവിടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചത് ബി എ സി മൊത്തം എക്സ് ആണെങ്കിൽ അതിന്റെ പകുതി ആയിട്ടുള്ള ഒ എ സി എത്രയായിരിക്കും? ഇതൊക്കെ സിമ്പിൾ ആണ്. ഇതൊന്നും പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് ടോട്ടൽ എക്സ് ആണെങ്കിൽ ഇതിന്റെ പകുതി എത്രയായിരിക്കും? x/2. ഇത് ടോട്ടൽ എക്സ് ആണ്. ഇത് ടോട്ടൽ എക്സ് ആണ്. ഇതിന്റെ പകുതിയായ ഒ എ സി എത്രയായിരിക്കും? x/2. ഒ എ സി എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ. ഒ എ സി എത്രയെന്ന് ചോദിച്ചാൽ x/2. നിങ്ങൾ വിചാരിക്കുന്നത് ഭയങ്കര ടഫുള്ള ക്വസ്റ്റ്യൻ ആണെന്ന്. ഒരു ടഫും ഇല്ല. ഇനി എ ഒ സി ചോദിച്ചാൽ ട്രിക്ക് പറഞ്ഞുതരാം. എ ഒ സി എക്സാമിന് ചോദിച്ചാൽ നിങ്ങൾ ഒന്നും ചെയ്യണ്ട. ഇതാ ഞാൻ പറയുന്ന ട്രിക്ക് ചെയ്യുക. 90 എഴുതുക. എന്നിട്ട് ഇവിടെ ഉള്ള നമ്പർ ഇല്ലേ അതിന്റെ പകുതിയോട് കൂടെ കൂട്ടുക. 90ഉം 25ഉം ആഡ് ചെയ്താൽ എത്ര? 90 25 ആഡ് ചെയ്താൽ എത്രയാണ്? 115. ട്രിക്ക് മനസ്സിലായോ? ഏത് ക്വസ്റ്റ്യൻ വന്നാലും എന്താ ചെയ്യേണ്ടത് അറിയോ? 90 എഴുതുക. എന്നിട്ട് ഇതിന്റെ പകുതി എഴുതുക. ഈ നമ്പറിന്റെ പകുതി എഴുതുക. സിമ്പിൾ അല്ലേ? എടാ ഇതിനാണ് 3 മാർക്ക്. ഈ 2 വരി എഴുതുന്നതിനാണ് 3 മാർക്ക്. എന്തെങ്കിലും പണിയുണ്ടോ? ഒരു പണിയില്ല. ഈ ഞാനിവിടെ 40 ആണ്. എ ഒ സി നിങ്ങൾ പറഞ്ഞ എത്രയായിരിക്കും? എ ഒ സി എത്രയായിരിക്കും നിങ്ങൾ പറഞ്ഞ? ഇവിടെ 40 ആണെങ്കിൽ എ ഒ സി എത്രയായിരിക്കും? 40 പ്ലസ് 90 പ്ലസ് 40 20 എത്ര? 110. ഇത് സിമ്പിൾ അല്ലേ? സിമ്പിൾ അല്ലേ? വെരി സിമ്പിൾ അല്ലേ? ഈ ലോജിക്ക് മനസ്സിലായോ? ഷോർട്ട് കട്ട് മനസ്സിലായോ? 90 പ്ലസ് ഇവിടെയുള്ള ആംഗിളിന്റെ പകുതി എഴുതുക. 90 പ്ലസ് ഇവിടെയുള്ള ആംഗിളിന്റെ പകുതി എഴുതുക. 90 പ്ലസ് ഇവിടെയുള്ള ആംഗിളിന്റെ പകുതി എഴുതുക. സിമ്പിൾ അല്ലേ? മനസ്സിലായില്ലേ? യെസ്. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? യെസ്. അടുത്ത ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യനും വെരി സിമ്പിൾ ആണ്. ഇവിടെ 110 വന്നാലേ ഇവിടെ എത്രയായിരിക്കും? ഇവിടെ എത്രയായിരിക്കും? ഇവിടെ 110 വന്ന ഇവിടെ എത്രയായിരിക്കും? 70. ഇവിടെ എങ്ങനെ 70? സൈക്ലിക് കോർഡിനേറ്ററിലെ ഓപ്പോസിറ്റുകൾ ആഡ് ചെയ്ത 180 കിട്ടണം. 110ന്റെ കൂടെ എന്ത് കൂട്ടിയാലാണ് 110ന്റെ കൂടെ എന്ത് കൂട്ടിയാലാണ് 150 കിട്ടുക? 70. ഇവിടെ 70 ആണെങ്കിൽ ഇവിടെ എത്രയായിരിക്കും? 110. ഇവിടെ 80 ആണെങ്കിൽ ഇവിടെ എത്രയായിരിക്കും? 100. കാരണം ഇത് ഓപ്പോസിറ്റുകൾ ആഡ് ചെയ്ത 150 കിട്ടണം. ഇവിടെ ഈ ഓപ്പോസിറ്റുകൾ ആഡ് ചെയ്ത 150 കിട്ടണം. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? യെസ്. ഇനി ഇതിൽ പ്രൂഫായിട്ട് ഈ സെയിം സാധനം പ്രൂഫായിട്ട് ചോദിച്ചാലും ഒരു പണിയില്ല. ഒരേ ഒരു ലൈൻ എഴുതിയാൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് ഈ 4 മാർക്കാണ്. ഇതാ കണ്ടോ? 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആകെ 2 വരും. നോക്കിക്കോട്ടോ. ഇവിടെ എക്സ് എന്ന് എഴുതുക. ഇതറിയാത്തോട്ട് ഇവിടെ എക്സ് എന്ന് എഴുതുക. ഇതെങ്ങനെ കാണുക? 180 മൈനസ് എക്സ്. ഇവിടെ 180 മൈനസ് എക്സ് ആണ്. ഇതെന്താ? എക്സ്. കഴിഞ്ഞു. ഇത്ര എഴുതി വെക്കുന്നതിനാണ് മക്കളെ, ആകെ 2 ലൈൻ എഴുതി വെക്കുന്നതിനാണ് 4 മാർക്ക്. ഒന്നുകൂടി പറയണോ? ഒന്നുകൂടി പറയാം. നിങ്ങൾക്ക് ഇനി എക്സ് എന്ന് എഴുതാൻ മടിയാണെങ്കിൽ വൈ എഴുതിക്ക്, ഒരു കുഴപ്പമില്ല. ഇവിടെ എക്സ് ആണെങ്കിൽ ഇവിടെ എന്ത് എഴുതിയാൽ മതി? ഇവിടെ എന്താ എഴുതുക? 180 മൈനസ് എക്സ്. ഇവിടെ 180 മൈനസ് എക്സ് ആണ്. ഇവിടെ എന്താ എഴുതുക? എക്സ്. ഈ 2 റെഡുകളും ഈക്വൽ ആണെന്നാണ് പ്രൂവ് ചെയ്യാൻ കിട്ടിയില്ലേ? യെസ്. വെരി സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഇത് അതിനേക്കാൾ ഈസി ആണ്. ഇത് അതിനേക്കാൾ ഈസി എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ ഈസി. AP3 ആണെങ്കിൽ AS എന്തായിരിക്കും? AP3 ആണെങ്കിൽ AS എന്തായിരിക്കും? 3. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. AB-യും CD ആഡ് ചെയ്യാന്. AB-യും CD ആഡ് ചെയ്യാന് ഒന്ന് ആഡ് ചെയ്താ AB-യിൽ എന്തൊക്കെയുള്ളത്? A ഉണ്ട്, B ഉണ്ട്. A ഉണ്ട്, B ഉണ്ട്. CD-യിൽ എന്തൊക്കെയുള്ളത്? D ഉണ്ട്, C ഉണ്ട്. കണ്ടോ? അപ്പൊ ABDC വന്നു. ഇതേപോലെ ADയും BC ആഡ് ചെയ്യുക. ADയും BC ആഡ് ചെയ്യുക. ADയും BC ആഡ് ചെയ്യുക. ADയിൽ എന്തൊക്കെയുള്ളത് ഒന്ന് പറഞ്ഞോ? ADയിൽ എന്തൊക്കെയുള്ളത്? Aയും Dയും. BCയിൽ എന്തൊക്കെയുള്ളത്? Bയും Cയും. ഇതും കണ്ടോ?
ഇവിടെ മുകളിൽ ABCD ഉണ്ട്, താഴെ ABCD ഉണ്ട്. ഇത് രണ്ടും ഈക്വൽ ആണ്. ഇത് എഴുതുന്നതിനാണ് മക്കളെ 3 മാർക്ക്. ആകെ ഒരു വരി ഉത്തരം ഉണ്ട്, ഇതിനാണ് 3 മാർക്ക്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട പോയിന്റ് എന്താണെന്നറിയോ? ഇവിടെ A ആണെങ്കിൽ ഇവിടെ എന്തായിരിക്കും A, ഇവിടെ B ആണെങ്കിൽ ഇവിടെ എന്തായിരിക്കും B, ഇവിടെ C ആണെങ്കിൽ ഇവിടെ എന്തായിരിക്കും C, ഇവിടെ D ആണെങ്കിൽ ഇവിടെ എന്തായിരിക്കും D. വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇത് രണ്ടും ഈക്വൽ ആണ് എന്ന് പ്രൂവ് ചെയ്യാനാണ് ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ ചെയ്യാനാണ് 3 മാർക്ക്. വേഗം പഠിക്ക്.